തന്നെയാണ് പ്രതിപക്ഷം CPM-നെതിരെ ആരോപിക്കുന്നത് BJP-യുമായിട്ട്. അതിനുള്ള പുതിയ തെളിവായി പറയുന്നത് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ടും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ പരാമർശിച്ചിട്ടില്ല എന്നാണ്. ഈ ആക്ഷേപത്തിന് CPM-നുള്ള മറുപടി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അതേ ചോദ്യമാണ്, അതേ ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളെ ഒരു പ്രത്യേകത. നിങ്ങൾ ചിലർ ഇതിന് ചില കാര്യങ്ങൾ തീരുമാനിച്ച് വന്നിരിക്കുകയാണ്, അതിൻ്റെ മേലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരുപാട് നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ വികസനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യം ചോദ്യമായിട്ട് വന്നോ? അതുമായി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഒരു കാര്യമില്ലല്ലോ. ഒരു തരം പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമയിലേ നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടല്ലേ? അതിനാണല്ലോ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും ഞങ്ങളെ മേക്കിട്ട് മാറാന്ന് വിചാരിക്കണ്ട. അതൊന്നും യേശുന്ന കൂട്ടറല്ല ഞങ്ങൾ. എന്തുകൊണ്ട്? ഞങ്ങൾ സുതാര്യമായിട്ട് കാര്യങ്ങൾ നീക്കുകയാണ്. ഞങ്ങളുടെ നിലപാടുകൾ എല്ലാ കാലത്തും വർഗീയ വിരുദ്ധമാണ്. ഒരു വർഗീയ ശക്തിയോടും ഞങ്ങൾ പൊരുത്തപ്പെട്ടിട്ടില്ല, ഒരു വർഗീയതയും എതിർക്കാതിരുന്നിട്ടില്ല. പിന്നെ ഇവിടെ RSSനോടും BJP-യോടും അനുകൂല മനോഭാവം സ്വീകരിച്ച കോൺഗ്രസിന്റെ ചരിത്രം അതാകെ ഞാനിപ്പോൾ ഇടണോ? നിങ്ങൾക്കാർക്കും അറിയില്ലേ അതിനെപ്പറ്റി? നിങ്ങൾ ഈ ചോദിച്ച ആൾക്കറിയില്ലേ? അറിയില്ലെങ്കിൽ മനസ്സിലാക്കണം എന്താണ് നടന്നതെന്ന്, എന്താണ് സംഭവിച്ചിരുന്നതെന്ന്, ഏതൊക്കെ തരത്തിലുള്ള ഡീലുകളാണ് ഉണ്ടായിരുന്നതെന്ന്. അപ്പോഴാണല്ലോ അത് മനസ്സിലാകുക. ഞങ്ങളൊരു കാലത്തും ഡീലിന് നിന്നിട്ടില്ലാലോ. ചരിത്രത്തിലൊന്നും അങ്ങനെ പറയാനില്ലാലോ. അനാവശ്യമായ നുണ പ്രചരിപ്പിക്കുന്നത് ഞങ്ങളെ കരിവാരിത്തേക്കാൻ വേണ്ടി മാത്രമാണല്ലോ. അത് ബോധപൂർവം ചെയ്യുന്നതാണല്ലോ. പക്ഷേ ആരാ ചെയ്യുന്നത്? ഒരുപാട് നാടിന് ചേരാത്ത, രാജ്യത്തിന് ചേരാത്ത ഇത്തരം അവിശുദ്ധ നീക്കങ്ങൾ നടത്തിയവർ, അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയവർ. അതല്ലേ വസ്തുത? അതിൻ്റെ ഭാഗമായി RSSുമായി അടക്കം ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ അനുഭവമില്ലേ? രാജ്യത്തിൻ്റെ അനുഭവമില്ലേ? കോൺഗ്രസ് സ്വീകരിച്ച നിലപാടില്ലേ? ഇന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ RSS ഉന്നയിക്കുന്ന, സംഘപരിവാർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായ നിലപാടെടുക്കുന്നുണ്ടോ? ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ ക്രൈസ്തവ മിഷണറിമാരിൽ, ക്രൈസ്തവ വിഭാഗത്തിലടക്കം വലിയ തോതിൽ ആശങ്കയുണ്ടാക്കിയ നിയമ ഭേദഗതി, അക്കാര്യത്തിൽ കൃത്യമായ നിലപാട് പറയാൻ തയ്യാറാകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് പറയാത്തത്? എവിടെയാണ് ഈ ഒരുതരം നേരത്തെയുള്ള ആ മൃദു സമീപനം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാവുകയല്ലേ പല കാര്യങ്ങളിലും? ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ? ഞങ്ങളെ അതിന്റെ ഭാഗമാക്കാൻ നോക്കണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഇപ്പം നിർത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.